എന്തുകൊണ്ടാണ് നിങ്ങൾ ലെവിയാത്തനെക്കുറിച്ച് അറിയേണ്ടത്? ഇത് വെറുമൊരു കടൽ രാക്ഷസനല്ല. മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു ഇതിഹാസമാണ്. ഇത്രയും വലിയൊരു ജീവി. അതിന് കപ്പലുകളെ മുഴുവനായും വിഴുങ്ങാൻ കഴിയും. ബൈബിളിലെ പുരാതന ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന പുരാണ കടൽ രാക്ഷസനാണ് ലെവിയാത്തൻ. മധ്യകാല നാടോടിക്കഥകളിലേക്ക് ചിലർ പറയുന്നത് അതിന് ഒരു പരിച പോലുള്ള ശൽക്കവും സമുദ്രത്തിന്റെ ഇരുണ്ട ആഴങ്ങളിൽ തിളങ്ങുന്ന കണ്ണുകളും ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ലെവിയാത്തന്റെ ട്വിസ്റ്റ് കേട്ടോ? ലെവിയതൻ വെറുമൊരു ഭയാനകമായ കഥയാണ്. നാവികരെ രാത്രിയിൽ ഉണർത്തുന്ന, പ്രകൃതിയുടെ നിരായുധരായ ശക്തികളെ പ്രതിനിധീകരിക്കുന്ന, കുഴപ്പത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ്. പല സംസ്കാരങ്ങളും അതിനെ കടലിലെ ഒരു വ്യാളിയായും തിരമാലകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുടെ കാവൽക്കാരനായും കണ്ടു. അതുകൊണ്ട് കാലാവസ്ഥയിൽ ഒരു വിചിത്രമായ അലയോ കടലിനിടയിൽ കടലിന്റെ നിഴലോ കേൾക്കുന്ന സമയത്ത് ഓർക്കുക, അത് വെറുമൊരു കെട്ടുകഥയേക്കാൾ കൂടുതലാണ്. അജ്ഞാതമായതിലേക്ക് പോവുകയും ക്രൂയിസിൽ തുടരുകയും സഹസിദ്ധത്തിൽ തുടരുകയും ചെയ്യുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.